ബിഗ് ബോസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു നിർത്തിയപ്പോൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ മറ്റു പല ഇന്റർവ്യൂവിലും ദീപ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. ശോഭ ദീപയുടെ ഒരു ഫ്രണ്ടാണ്. അപ്പം ശോഭ പെർഫോം ചെയ്ത് ദീപ കണ്ടിട്ടുണ്ട്. അവിടെ അഖിൽ മാരാരുമായി നടന്ന ചില കൗതുകകരമായ കോംബോ പുറത്ത് ചർച്ചയായി. അതൊക്കെ ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിന്റെ പാർട്ടാണ്. അവർ തന്നെ പ്രേക്ഷക മനസ്സിലേക്ക് ചില കോംബോസ് ഇട്ടുകൊടുക്കും. അപ്പം അവിടെ വളരെ കൗതുകകരമായ രീതിയിൽ ഇടപെട്ട രണ്ട് വ്യക്തികൾ പുറത്തിറങ്ങിയിട്ട് ശരിക്കും രണ്ട് വ്യക്തികൾക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റുമോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട്. അതിലൊന്ന് ഇപ്പം അഖിൽ മാരാരിനെതിരെ ശോഭ ഒരു പരാതി കൊടുത്തു, കുഞ്ഞുങ്ങളെ തല്ലിയെന്നു. അങ്ങനെ ഞാൻ കേട്ടു. അത് ശരിയാണോ എന്ന് ഞാൻ വാലിഡേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരുപക്ഷെ ദീപയ്ക്ക് ശോഭയുമായി അടുത്തിടപഴകുന്ന ആളെന്ന നിലയ്ക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാവും. അപ്പം ശോഭൻ നല്ല ഫ്രണ്ട് ആയിരുന്നെങ്കിൽ പോലും ബിഗ് ബോസിൽ എനിക്ക് രണ്ടുപേരായിരുന്നു. ഒന്ന് അഖിൽ മാരാറിനും ഒന്ന് ശോഭയും, രണ്ടുപേരും. അഖിൽ മാരാർ വാസ് ഔട്ട്സ്റ്റാൻഡിങ് ബിക്കോസ് പുള്ളി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ആർക്കും മനസ്സിലാവില്ല. നാച്ചുറലി ഹീസ് എ കോണ്ടന്റ് ക്രിയേറ്റർ. അപ്പോൾ പുള്ളി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പുറത്ത് വന്നിട്ടുള്ള അഖിലിൻ്റെ ചില പരാമർശങ്ങൾ നമുക്ക് ചിലപ്പോൾ തോന്നും വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നാം. അത് ചില വ്യക്തിത്വങ്ങളുടെ പ്രശ്നമാണ്. എന്താ വെച്ചാൽ അവർക്ക് എല്ലാം തുറന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്നതായിരിക്കാം. പക്ഷെ അത് പറയാതിരിക്കാമായിരുന്നു ചില കാര്യങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ശോഭയുമായിട്ടുള്ള വളരെ ക്ലോസ് അടുപ്പമുള്ളതുകൊണ്ട് തന്നെ കുറേ ഇൻഫർമേഷൻ എനിക്ക് അല്ലാതെയും ഉണ്ട്. എന്ന് വെച്ചാൽ ശോഭയ്ക്ക് എത്രമാത്രം ഹേർട്ടായിട്ടുള്ള ചില കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഇടയിലും വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ ഞാനായിട്ട് പോകുന്നില്ല. പക്ഷെ ശോഭയ്ക്ക് അങ്ങനെ ഒരു ദേഷ്യം അഖിൽ മാരാറിനോട് ഉണ്ടെങ്കിലും, കേസ് കൊടുക്കാനുള്ളൊരു കാരണം ഉണ്ടെങ്കിലും അതിനതിൻ്റെതായ ഒരു കാരണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയായിരിക്കും ശോഭ അതിന് പോയിട്ടുണ്ടാവുക. ചൈൽഡിഷ് ആയിട്ട് പെരുമാറുന്ന ഒരാളല്ല ശോഭ. അപ്പം അതിൽ പിന്നിലൊരു കാരണം ഉണ്ട്. ഞാനും ശോഭയോടൊപ്പം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ശോഭ എന്നോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മൾ യൂട്യൂബ് ചാനൽസിൽ കാണുന്ന പോലെ അല്ല. പല പേഴ്സണാലിറ്റീസും അങ്ങനെയല്ല. പല പേഴ്സണാലിറ്റിയും യൂട്യൂബ് ചാനലിന് മുൻപിൽ ഒരു പേഴ്സണാലിറ്റിയാണ്. മറന്നു നിന്ന് ഇവരുടെ വായിന്ന് വരുന്ന കാര്യങ്ങൾ വളരെ വളരെ മോശമാണ്. അപ്പം ഓരോരുത്തർക്കും ഹേർട്ട് ആവാൻ ഓരോ കാരണമുണ്ട്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുക. അഖിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഖിലിൻ്റെ ഒപ്പീനിയൻ. ശോഭയുടെ റൈറ്റ് ആണ്. അത് ഇഷ്ടപ്പെടാതെ കേസ് കൊണ്ടു കൊടുക്കുക എന്നുള്ളത് അത് ശോഭയുടെ റൈറ്റ് ആണ്. അതിനുശേഷം അഖിൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ വിശദീകരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അഖിലിന്റെ ആ ഫെയിം ഇത്രയും റീച്ച് ഉള്ളത് കൊണ്ട് ഒരുപാട് പേരിലേക്ക് അഖിലിന്റെ വിശദീകരണം എത്തുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പോലും ശോഭ അതിനെ വിശദീകരിച്ചത് കേട്ടിട്ടില്ല. അപ്പം നമുക്ക് ചിലപ്പോൾ തോന്നുന്നതാണ്, ഇപ്പം അഖില് വിശദീകരിക്കുന്നു, ഇത്രയും മുന്നോട്ട് വന്നിട്ട് ഇത്രയും ആൾക്കാരുടെ മുന്നിലേക്ക് കാര്യങ്ങൾ തുറന്ന് അവതരിപ്പിക്കുമ്പോൾ ശോഭ എന്തുകൊണ്ട് അത് പറയുന്നില്ല? അതോ ശോഭ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കുന്നതാണോ? ഇങ്ങനെയൊക്കെ ഈ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്നവർക്ക് വരുന്ന സംശയങ്ങളാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അവർക്ക് കിട്ടുന്ന അവൈലബിൾ ആയ റിസോഴ്സസിന്റെ പ്രോബ്ലം ആയിരിക്കാം. പിന്നെ അൽഗോരിതംസ് യൂട്യൂബ് ചാനലൊക്കെ വരുമ്പം അതെന്ത് സജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ റെഗുലർ വാച്ചിനെ ബേസ് ചെയ്തൊക്കെ ഇരിക്കട്ടെ. അല്ല, റിസോഴ്സസിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശോഭയ്ക്കാണെങ്കിലും പറയാമെങ്കിൽ അവൾക്കും ഈസി ആയിട്ട് പറയാം. പക്ഷെ എനിക്കൊന്ന് ശോഭയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ഒരു ഇത് വിശദീകരിച്ച് ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നതിനെക്കാട്ടിലും കാര്യങ്ങൾ ലെറ്റ് us ടേക്ക് ആക്ഷൻ ഓൺ ഇറ്റ് എന്നുള്ളതാണെന്ന് തോന്നുന്നു. എനിക്കറിയാവുന്ന ശോഭ അങ്ങനെയാണ്. അപ്പം ശോഭ വിവാദമായത് തന്നെ ശോഭയുടെ സ്റ്റോറിൽ, വീവേഴ്സ് വില്ലേജ് സ്റ്റോറിൽ ഡ്രഗ്സ് കണ്ടുപിടിച്ച വിഷയത്തിൽ ശോഭയെ പോലീസ് അറസ്റ്റ് ചെയ്ത കേസിലാണ്. അത് തന്നെ അവൾ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് അവൾ എല്ലാവരുടെ മുമ്പിൽ തെളിയിച്ചത്. ഷീ വാസ് നോ വേ റെസ്പോൺസിബിൾ. എനിക്ക് ശോഭയെ നന്നായിട്ട് അറിയാം. ശോഭയ്ക്ക് അതായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം ഒരു ബന്ധവും ഇല്ലാതെയാണ് ശോഭ അതിലേക്ക് എത്തിയത്. അപ്പം അവളത് വിളിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിൽ അവൾ പോയിരുന്ന് സംസാരിക്കും അതിനെക്കുറിച്ച്. പക്ഷെ അതല്ലാതെ അവളായിട്ടൊരു പ്രസ് മീറ്റ് വിളിച്ച് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് ഷീ സമൺ ഹു ഡസ് ദാറ്റ്. അപ്പോൾ ഈ ഒരു വിഷയത്തിലും അവളുടെ ഇൻസ്റ്റഗ്രാമിലും അവളുടെ FBയിലും ഉള്ള മെസ്സേജസിലുണ്ട് പലരുടെ സൈഡിൽ നിന്ന് അവൾക്ക് വന്നിട്ടുള്ള മെസ്സേജും അവളെ മോശപ്പെട്ട രീതിയിൽ വന്ന മെസ്സേജും ഒക്കെ അവളുടെ ഏറ്റവും പേഴ്സണലായ മെസ്സേജസിലുണ്ട്. അതിൽ ചിലതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം മേ ബി ഷീ വോണ്ട്സ് ടു ആക്ട് അതിനഗേൻസ്റ്റ് ആയിട്ട് എല്ലാവർക്കും ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ചെയ്ത് കാണിക്കാനായിരിക്കും ചിലപ്പോൾ ശോഭ. ബട്ട് ഐ തിങ്ക് ദിസ് ക്വസ്റ്റൻ ഇസ് ബെസ്റ്റ് ടാസ്ക് ടു ഹർ. ശോഭയുമായിട്ടൊരു ഇന്റർവ്യൂ ഹരി ചെയ്യണം. അപ്പം ഷീ വിൽ ഡെഫിനറ്റ്ലി ഐ ഗെറ്റ് യു ദി കോൺടാക്ട്. ഞാൻ പറയാം. ഐ തിങ്ക് ഷീ ഷുഡ് അങ്ങനെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് അതിനകത്ത് അവൾക്ക് പറയാൻ താല്പര്യമുള്ള വിഷയങ്ങളുള്ള പറ്റും. പക്ഷേ ശോഭ അറിയാന്നിടത്തോളം ഷീ ഈസ് സമൺ ഹു വോണ്ട്സ് ടു ഗെറ്റ് ഇറ്റ് ഔട്ട്. അതായത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെതിരെ ആക്ഷൻ എടുക്കണം എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും. ഇനി അഖിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖിലിന് ഇതിന് കാരണങ്ങൾ ഉണ്ടാവും. എനിക്ക് അഖിലിനെ ഉള്ളതിനെക്കാട്ടിലും ആക്സസ് ശോഭയുടെ അടുത്താണുള്ളത്. അപ്പം മേ ബി എനിക്ക് ഒരു വൺ സൈഡഡ് വേർഷനാണ് ഞാൻ പറയുന്നതെങ്കിൽ എന്നെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ശോഭയാണ് എൻ്റെ ഏറ്റവും അടുത്താണ്. ഞാൻ ആ വേർഷനാണ് കേട്ടിട്ടുള്ളതും. അപ്പം അങ്ങനെയും കൂടി വേർഷൻ ഉണ്ട് കേട്ടോ. അപ്പം അതിൽ അഖിൽ ഫാൻസ് ആരും എന്നെ ചീത്ത വിളിക്കേണ്ട. എനിക്കറിയില്ല. എനിക്ക് അഖിലിനായിട്ട് ഞാൻ സംസാരിച്ചിട്ട് പോലും ഇല്ല. അപ്പം എനിക്കറിയുന്ന ആളെക്കുറിച്ച് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ.